ധീരം കണ്ടില്ല, ഞാൻ റൈഡാണ്. ഉഗ്രം പടം, സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ലാത്തൊരു പടം. ചെറിയൊരു സിനിമയാണ്, പക്ഷേ അതിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, അതിൻ്റെ തീം ആയിക്കോട്ടെ, ഒരു ഇംഗ്ലീഷ് ലെവൽ സാധനം. ഈ ഒഴുക്കിനകത്ത് ആ സിനിമ ആരും കണ്ടില്ലെന്ന് അടിക്കരുത്. അത് ഞാൻ ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ വളരെ മോശം. ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ റിവ്യൂ പറയുന്നത്, പക്ഷേ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് എന്നോട് ചെയ്യുന്ന ഒരു ചതിവായിട്ട് എനിക്ക് തോന്നുന്നു. പടത്തിൻ്റെ ആ കണ്ടന്റ് തന്നെയാണ്. പല ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറികളും നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവർ ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ വേറെ രീതിയിലുള്ള ഒരു സൂപ്പർ സാധനം. സൂപ്പർ എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ലാത്തൊരു സാധനം. നല്ല സിനിമ, അടിപൊളി സിനിമ, നല്ല ത്രില്ലറാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കാട്ടിലേക്ക് പോകണമെന്ന് വിചാരിക്കും, പക്ഷെ അതല്ല. അത് കണ്ടിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല സിനിമ, അടിപൊളി. പിന്നെ കാണണം, പ്രേക്ഷകർ ഇങ്ങനത്തെ സിനിമകൾ കാണണം, എന്നാലേ അവർക്ക് ഹൈപ്പ് കിട്ടും. കാണണം, എന്നാലേ അത് പറയാൻ പറ്റും. ആ തിയേറ്ററിൽ ഇച്ചിരി ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ പുതിയ സിനിമ ഇറങ്ങുന്നുണ്ടായിരിക്കാം, പക്ഷേ നല്ലൊരു സ്ക്രീനിലേക്ക് മാറ്റണം ആ സിനിമ. അത്രയും നല്ല സിനിമയാണ്. എല്ലാവരും നല്ല സൂപ്പർ സാധനമാണ്, നല്ല ഉഗ്രം പരിപാടി. അതാണ് ഇത് ഡൗൺ ആവാനുള്ള ഈ ഒരു പടത്തിൻ്റെ ആയതുകൊണ്ട് അധികം പ്രൊമോഷനില്ലാത്തതുകൊണ്ട്, പക്ഷെ കണ്ടിരിക്കേണ്ട ഒരു ഇംഗ്ലീഷ് ടൈപ്പ് സാധനം. വളരെ ചെറിയ ബഡ്ജറ്റ്, നമുക്ക് തന്നെ മനസ്സിലാവും. പക്ഷേ ആ ബഡ്ജറ്റിൻ്റെ പോരായ്മകളൊന്നുമില്ല. ഡയറക്ടറൊക്കെ ബ്രില്യൻ ഡയറക്ഷൻ. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിക്കോട്ടെ, സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ. കാരണം ഒരു പ്രതീക്ഷ, എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞിട്ട് കൊള്ളാം, റിവ്യൂ കണ്ടിട്ട് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിയതാണ്. എൻ്റെ സുഹൃത്താണ് ഈ സിനിമയ്ക്ക് സജസ്റ്റ് ചെയ്തത്. പക്ഷേ അവനോട് നന്ദി പറയുന്നു, ഈ ഒരു പടം സജസ്റ്റ് ചെയ്തത്. അത്രയ്ക്ക് നല്ല സിനിമ.